അദ്ദേഹത്തിന്റെ മണിമന്ദിരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ പാവപ്പെട്ടവന്റെ സൗഖ്യത്തിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹത്തിന് അത് മനസ്സിലായി, ഇവരെ ദുഃഖത്തിലാഴ്ത്തുന്ന മാർഗം എന്താണെന്നുള്ളത്. ആ ദുഃഖത്തിലാഴ്ത്തുന്ന ആരാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനുള്ള മാർഗങ്ങൾ അദ്ദേഹം നിർവഹിച്ചു. ആ അടിസ്ഥാന വർഗം തലയൊട്ടുകയും അവരുടേതായിട്ടുള്ള ആ ബാധ ഒഴിപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം. അതിനെയാണ് നമ്മൾ അശോകന്റെ കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. ചരിത്രം നമ്മൾ പഠിക്കണം, നമ്മുടെ കുട്ടികൾ ചരിത്രം പഠിപ്പിക്കണം. അങ്ങനെ അറിവ് നേടുകയും ഐക്യം നേടുകയും സഹോദര്യവും സ്നേഹവും നമ്മൾക്കിടയിൽ വളർത്തണം. അവര് നമ്മൾക്കിടയിൽ ഭിന്നിപ്പ് വളർത്തണം. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ ഒരു പത്താളെ സംഘടിപ്പിക്കുമ്പോഴത്തേക്ക് തലക്കനം കൂടുതൽ അഹംഭാവം നമ്മളെ പിന്നോട്ട് നയിക്കുന്നു, ഈ വിനയം നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. ഇത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. വളർന്നു വരുന്ന കുട്ടികളെ പഠിപ്പിക്കേണ്ട ആദ്യ വാക്കതാണ്. അഹംഭാവം നമ്മളെ പിന്നോട്ട് നയിക്കുന്നു, വിനയം നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. ഇത് ഐക്യത്തിന്റെ നാരായണമാണ്. ഇങ്ങനെ ഐക്യപ്പെടാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ചെതിലുമായി എത്ര കാലം നിൽക്കുന്നു അത്ര കാലം നമ്മളെ അവരെ അടിച്ചമർത്തും, തലക്ക് ചവിട്ടും. അതുകൊണ്ട് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്, അംബേദ്കറെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു, നമ്മുടെ സഹോദരൻ കല്ലട സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം എന്നേക്കാൾ വയസ്സ് കുറവാണെങ്കിലും എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ട് ഞങ്ങൾ കണക്കാക്കിയാണ്. എത്രയോ തവണ ഗൃഹസമരം നടക്കുന്ന കാലത്ത് എവിടുന്ന് ഓടി വന്നിരിക്കണം, അവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പം മലപ്പുറത്തെ സമരം, ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിന് കല്ലട വഴി അവിടെ ഉണ്ടായിരുന്ന ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അദ്ദേഹം അവിടെ എത്തിച്ചു. അപ്പൊ ഈ രീതിയിലുള്ള ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു. അതിന് പകരം വെക്കാൻ ഒരാളെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വസ്തുത തന്നെയാണ്. ആ വസ്തുത നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. എങ്ങനെ പരിഹരിക്കാം? നമ്മൾ പറഞ്ഞല്ലോ, ബിന്ദു വെറും ആദിവാസികളുടെ കാറ്റുന്ന വളർന്നു വന്നിരിക്കുക. ആ കലക്ടറോട് അവര് നെഞ്ച് നിവർത്തിയെന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഈ രീതിയിൽ നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കണം. നമ്മളുടെ അറിവിന്റെ പരിമിതി നമ്മൾ മനസ്സിലാക്കണം. അഹംഭാവം കൊണ്ട് യാതൊരു കാര്യമില്ലാതെ നമ്മൾ മനസ്സിലാക്കണം. വിജയത്തോടെ കാര്യങ്ങൾ പരിഹരിക്കാൻ നമുക്ക് വലിയ ദീർഘിച്ച കടമ്പകളാണ് കടക്കാനുള്ളതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അംബേദ്കർ പഠിക്കുക ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ കടന്നു വന്നിട്ടുള്ളത് മാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിന്റെയും മാവോന്റെയും വഴികളിലൂടെയാണ്. ഇപ്പോഴും ഞാൻ അവരുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു ഇതാ അംബേദ്കർ വെട്ടി തെളിയിച്ച വഴിയിലൂടെ നിങ്ങളെ വണ്ടി ഓടുന്നു. ആ പരസ്യമായിട്ട് ഞാൻ പറയാൻ പറഞ്ഞു. ഇപ്പോഴും നിങ്ങളോട് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സോഷ്യലിസം കമ്മ്യൂണിസം ഒക്കെ വരണമെങ്കിൽ ഈ മഹാനായ മനുഷ്യൻ വെട്ടിത്തെളിയിച്ച കാട്, ആ കാട് വെട്ടിത്തെളിയിച്ച വഴി കുറേ കൂടി സുഗമമാക്കി അതിലൂടെ നമ്മുടേതായിട്ടുള്ള സുന്ദര സ്വപ്നങ്ങൾ ഓടിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.